ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ഹിയർ കൺസ്ട്രക്ട് എ DFA where W belongs to A, B and modulus of W is less than or equal to 2. ഒന്നല്ലെങ്കിൽ ലെസ് ദാൻ ആവാം അല്ലെങ്കിൽ ഈക്വൽ ടു ആവാം. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ 2 അല്ലെങ്കിൽ അതിന് ചെറുത് എന്ന് പറയുമ്പോൾ ഏത് വരെ വേണമെങ്കിൽ ആവാം. 0 ലെങ്ത് ആവാം, 1 ലെങ്ത് ആവാം, 2 ലെങ്ത് ആവാം. അപ്പോൾ നമ്മൾ അതിൻ്റെ പോസിബിൾ സ്ട്രിങ്സിൻ്റെ സെറ്റ് ഒന്ന് എഴുതി നോക്കി. സോ സ്ട്രിങ്സ് ആർ എപ്സിലോൺ. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇറ്റ് ഈസ് എംപ്റ്റി സ്ട്രിങ്. എംപ്റ്റി സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് എ സ്ട്രിങ് ഈസ് 0. അത് അലൗഡ് ആണ്. 0 പാടില്ല എന്നോട് പറഞ്ഞിട്ടില്ല. ലെസ് ദാൻ 2 ആണ്. 1 ഹിയർ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഈസ് 1, ദറ്റ് ഈസ് അലൗഡ്. ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഈസ് 1 അലൗഡ്. ഹിയർ ഇറ്റ് ഈസ് 2, 2, 2, 2. ദീസ് ആർ ദ ഓൾ പോസിബിൾ സ്ട്രിങ്സ്. ഇനി ഇതെങ്ങനെ ഡിസൈൻ ചെയ്യാം? നമ്മൾ 0 ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എവിടെയാണ് ഈ 0 ലെങ്ത് ഉള്ള സ്ട്രിങ് ഉണ്ടാവുക? ദാറ്റ് ഈസ് ദ ഇനീഷ്യൽ സ്റ്റേറ്റ്. നിങ്ങളൊരു ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് കയറി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സ്ട്രിങ്ങിനെ റീഡ് ചെയ്യാൻ പോകുന്നത് അല്ലേ? ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്നാണ് ആദ്യത്തെ ഇൻപുട്ട് റീഡ് ചെയ്യുന്നത്. സോ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇറ്റ് മീൻസ് ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഷുഡ് ബി 0. അപ്പോൾ നമ്മൾ എപ്സിലോൺ എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അത്തരത്തിലുള്ള ഓട്ടോമാറ്റിക് ഡിസൈൻ ചെയ്യണമെങ്കിൽ ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേറ്റ് മേ ബി ഫൈനൽ സ്റ്റേറ്റ്. ഇനീഷ്യൽ സ്റ്റേറ്റ് ഫൈനൽ സ്റ്റേറ്റ് ആവാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഈ എപ്സിലോൺ റീഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇനീഷ്യൽ സ്റ്റേറ്റിനെ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് മാർക്ക് ചെയ്തു. 1. ഇനി സിംഗിൾ ലെങ്ത് ഉള്ള സ്ട്രിങ്ങിന് റീഡ് ചെയ്യണം. സോ എ ഓർ ബി, എ ആയാലും ബി ആയാലും പ്രശ്നമില്ല. സോ എ ഓർ ബി റീഡ് ചെയ്തപ്പോൾ ഞാൻ സെക്കൻഡ് സ്റ്റേറ്റിലേക്ക് വന്നു. എ ഓർ ബി റീഡ് ചെയ്തപ്പോൾ ദാറ്റ് ഷുഡ് ബി ആക്സെപ്റ്റബിൾ. സെക്കൻഡ് സ്റ്റേറ്റും എന്തായിരിക്കണം? ദാറ്റ് ഓൾസോ മൈ ഫൈനൽ സ്റ്റേറ്റ്. കഴിഞ്ഞിട്ടില്ല. 0 ലെങ്ത്, സിംഗിൾ ലെങ്ത്, ദെൻ ഹിയർ ഇറ്റ് ഈസ് ലെങ്ത് ഓഫ് 2. ഞാൻ ബിയിൽ നിന്ന് ഒരു എയും ബിയും കൂടി റീഡ് ചെയ്തു. സോ ഇവിടെ എത്തിയപ്പോൾ എത്രയായി? ലെങ്ത് 2 ആയി. ലെങ്ത് 2 ഉള്ളത് ആക്സെപ്റ്റിംഗ് ആണ്. സോ ദിസ് ഈസ് ഓൾസോ അനദർ ഫൈനൽ സ്റ്റേറ്റ്. ദെൻ ഗ്രേറ്റർ ദാൻ 2 അലൗഡ് അല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു സെൽഫ് ലൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് അലൗഡ് ആയ പോലെയായി. സോ അതിനെ ഞാനൊരു ട്രാപ്പ് സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യണം. സോ എ, ബി ഇസ് മൂവ് ടു അനദർ ട്രാപ്പ് സ്റ്റേറ്റ്. അഗെയിൻ ഞാൻ പറഞ്ഞു DFAയിലെ എല്ലാ സ്റ്റേറ്റ്സും ഡിഫൈൻ ചെയ്യുന്നതുകൊണ്ട് ഡിയിൽ നിന്ന് എ, ബി അതിലേക്ക് തന്നെ കാണിക്കുന്ന പോലെ ഒരു ട്രാപ്പിംഗ് സ്റ്റേറ്റ് ആയതുകൊണ്ട് അതിലേക്ക് തന്നെ ഡിഫൈൻ ചെയ്തു. സോ ഹിയർ ഇറ്റ് ഈസ് ദ DFA. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസ്ട്രക്ട് എ DFA where W is belongs to A, B and the length of the string mod 2 is 0. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാ യൂണിവേഴ്സിറ്റി പേപ്പറിലും നമുക്ക് ചോദിക്കാറുണ്ട് KTUവിൽ. എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തതിനേക്കാൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ കെയർഫുൾ ആയിട്ട് ആദ്യം വായിക്കുക. കൺസ്ട്രക്ട് എ DFA where W belongs to A, B and length of the string mod 2 is 0. അതായത് നിങ്ങളുടെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് മോഡ് 2 ചെയ്ത് കഴിഞ്ഞാൽ ഷുഡ് ഗെറ്റ് 0. ഹൗ ഇറ്റ് വിൽ ബി നോക്കാം. W is belongs to A, B and modulus of W, length of W മോഡ് 2 ചെയ്ത് കഴിഞ്ഞാൽ ഷുഡ് ബി ഈക്വൽ ടു 0. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ഏതൊക്കെ നമ്പേഴ്സ് ചെയ്താലാണ് നിങ്ങൾക്ക് മോഡ് 2 ചെയ്തുമ്പോൾ 0 കിട്ടും? 1 ലെങ്ത്ത് മോഡുലസ് ഓഫ് W ഈസ് 1 ആണെങ്കിൽ 1 mod 2 ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടുമോ? നോട്ട് 0. 2 mod 2 ദാറ്റ് ഈസ് 0. സോ 2 ഈസ് ആക്സെപ്റ്റബിൾ. 3 mod 2 നോട്ട് 0. 4 mod 2 യെസ് ഇറ്റ് ഈസ് 0 അല്ലേ? 4നെ മോഡുലസ് ഓഫ് 2 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 0. എന്താ മോഡുലസ് ഓഫ് 2? 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ ഷുഡ് ബി 0. 0 അല്ലാത്തത് ഇപ്പോൾ മോഡ് 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആണ് വരിക. സോ 4 ഈസ് സെലക്റ്റഡ്. വാട്ട് അബൌട്ട് 5? 5 നോട്ട് ഈക്വൽ ടു 0. 6 ഇറ്റ് ഈസ് 0. സോ യു വിൽ ഗെറ്റ് അണ്ടർസ്റ്റാൻഡ് ഓൾ ഈവൺ നമ്പേഴ്സ് ലെങ്ത് ആർ ആക്സെപ്റ്റബിൾ അല്ലേ? മോഡ് 2 ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈവൺ നമ്പേഴ്സ് ഉള്ള സ്ട്രിങ് എന്നർത്ഥം. ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഷുഡ് ബി ഈവൺ. സോ നമുക്കതിൻ്റെ പോസിബിൾ സ്ട്രിങ്ങിൻ്റെ കോമ്പിനേഷൻ എഴുതി നോക്കാം. അഗെയിൻ there is a null string. Null string എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഈസ് 0. 0 mod 2 is 0 itself. So 0 is possible. AA, AB, BB, BA ഇതെല്ലാം 2 ലെങ്ത് ഉള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോസിബിൾ ആയിട്ട് 4 ആണ്. ഇപ്പോൾ AA, AA, AAA, B, AA, BA, BB. ഇനി അടുത്തത് എന്താ? 6 പോസിബിൾ ആണ്, എക്സെട്ര. സോ ദീസ് ആർ ദ പോസിബിൾ സ്ട്രിങ്. നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് 2 ആണോ 4 ആണോ 6 ആണോ ഇൻഫിനിറ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരിക്കലും അത് ഏതാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും എളുപ്പമല്ല. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 2ൻ്റെ ഒന്ന്
ചെയ്ത് നോക്കാം. ഓക്കെ, 2 എന്ന് പറയുമ്പോൾ എ എ, എ ബി, ബി ബി, ബി എ. ഓക്കെ, ആദ്യം ഇനീഷ്യൽ സ്റ്റേറ്റ് Q0. ഇതിന് മുന്നേ എനിക്ക് എപ്സിലോൺ ചെയ്യാനുള്ളതുകൊണ്ട് ഞാനിത് ഇനീഷ്യൽ സ്റ്റേറ്റ് തന്നെ എൻ്റെ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് ചെയ്തു. കാരണം എപ്സിലോൺ ചെയ്യണം. അവിടെ നിന്ന് എ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ മൂവ് ടു ദ Q1. സോ A1 വന്ന് Q1ലേക്ക് പോയി. പക്ഷെ Q1ലേക്ക് പോയാൽ എൻ്റെ ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഇറ്റ് ഈസ് ഓൺലി ലെങ്ത് 1. സോ തിരിച്ച് എ റീഡ് ചെയ്താൽ മാത്രമേ അത് ആക്സെപ്റ്റ് ചെയ്യാവൂ. അപ്പോൾ ഞാൻ ഇങ്ങോട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ എന്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്കറിയില്ല അത് എത്ര 2 ലെങ്ത് ആണോ 4 ലെങ്ത് ആണോ 6. അത് ഇൻഫിനിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. നമുക്കൊരു ഫൈനൈറ്റ് ആയിട്ട് പറയാൻ കഴിയില്ല സ്ട്രിങ്ങിൻ്റെ. സോ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നതിൽ എനിക്ക് ഒരു ലോജിക്കും കിട്ടില്ല. എത്ര തവണ കൗണ്ട് ചെയ്യണമെന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് ഒരു ലൂപ്പ് പോലെ ഫോം ചെയ്ത് അത് Q0ലേക്ക് തന്നെ പോയി. സോ എനെ റീഡ് ചെയ്തപ്പോൾ Q0ലേക്ക് പോയി. ഇപ്പോൾ എ റീഡ് ചെയ്തു, ഞാൻ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ടുള്ള Q0ലേക്ക് എത്തി. സോ ദിസ് സ്ട്രിങ് ഈസ് ആക്സെപ്റ്റബിൾ. ഓക്കെ, നൗ ഇറ്റ്സ് റൈറ്റ്. എ ബി എടുത്തപ്പോൾ എ റീഡ് ചെയ്തു, ഇവിടെ നിന്ന് ബി റീഡ് ചെയ്യാം. സോ ഞാൻ ഇവിടെ തന്നെ ബി മാർക്ക് ചെയ്തു. ബി ഇങ്ങോട്ടെത്തി, ദാറ്റ് ഈസ് ആക്സെപ്റ്റബിൾ. ബിയിൽ ഇവിടെ നിന്ന് ബി വേണം, അപ്പോൾ ഞാൻ ബി ഇവിടെ മാർക്ക് ചെയ്തു. തിരിച്ച് ബി അങ്ങോട്ടെത്തി, ദാറ്റ് ഈസ് ആക്സെപ്റ്റബിൾ. ബി എ ആക്സെപ്റ്റബിൾ. ഇനി അടുത്തത് എന്താ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്? എ ലെങ്ത് 4 ഉള്ളത്. ഇതിൽ ചെക്ക് ചെയ്ത് നോക്കുക ഈ ലെങ്ത് 4 ഉള്ളത് ആക്സെപ്റ്റിംഗ് ആണോ. Q0 എ റീഡ് ചെയ്തു, Q1ലേക്ക് എത്തി. അഗെയിൻ Q1 എ റീഡ് ചെയ്തു, Q0ലേക്ക് എത്തി. അഗെയിൻ നമുക്ക് വീണ്ടും ഇൻപുട്ട് റീഡ് ചെയ്യാണ്ടേ. അപ്പോൾ വീണ്ടും എ റീഡ് ചെയ്തപ്പോൾ ഇവിടേക്ക് എത്തി, അടുത്ത എ റീഡ് ചെയ്തപ്പോൾ ഇങ്ങോട്ട് എത്തി. സോ ദിസ് ഈസ് ആക്സെപ്റ്റബിൾ. ഇനി എ ആക്സെപ്റ്റബിൾ ആവണോ നോക്കൂ. 3 ലെങ്ത്തുള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. Q0 എ റീഡ് ചെയ്തപ്പോൾ Q1ലേക്ക് എത്തി, വീണ്ടും എ റീഡ് ചെയ്തപ്പോൾ Q0ലേക്ക് എത്തി, വീണ്ടും ഒരു എ റീഡ് ചെയ്തപ്പോൾ Q1ലേക്ക് എത്തി. ദിസ് ഈസ് സ്റ്റോപ്പ്ഡ്. Q1 എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റ് അല്ല. സോ ദിസ് ഈസ് നോട്ട് ആക്സെപ്റ്റിംഗ്. അപ്പോൾ അത് കറക്റ്റായി. ഇതുപോലെ തന്നെ 6 ഒക്കെ ചെയ്യും. ദിസ് ഈസ് അവർ റിക്വയർഡ് DFA. ക്ലിയർ? ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ട് എ DFA where W belongs to A, B. Modulus of W mod 2 is 1. And the modulus of W, length of W is mod 2 is 1 വന്ന ഈ ലെങ്ത് ഓഫ് ഡബ്ല്യുവിനെ മോഡ് 2 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 1. എന്തായിരിക്കും നേരത്തെ പറഞ്ഞത്? മോഡുലസ് ഓഫ് ഡബ്ല്യു ഓഫ് ലെങ്ത് 2 ചെയ്ത് കഴിഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി ഓഡ് നമ്പേഴ്സ്. സോ ഏതൊക്കെയായിരിക്കും പോസിബിൾ സ്ട്രിങ്സ്? എ ബി, എ ബി, എ ബി എ, എ ബി എ, ബി എക്സ്ട്രാ, ഓൾ ഓഡ് നമ്പേഴ്സ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? വളരെ ഈസിയാണ്. നേരത്തെ ചെയ്യുന്ന ഒരു ചെറിയ ട്വിസ്റ്റ് കൊടുത്താൽ മതി. ഓഡ് നമ്പേഴ്സ് ആയതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റിൽ നിന്ന് സിംഗിൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ് ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. സോ എ റീഡ് ചെയ്തു, ആക്സെപ്റ്റിംഗ്. ബി റീഡ് ചെയ്തു, ആക്സെപ്റ്റിംഗ്. എ ചെയ്യാം. ഫസ്റ്റ് എ ഇവിടേക്ക് എത്തി, സെക്കൻഡ് എയിൽ തിരിച്ചിങ്ങോട്ട് പോയി, തേർഡ് എയിൽ വീണ്ടും ഇങ്ങോട്ട് വന്നു. ദിസ് ഇസ് ഫൈനൽ സ്റ്റേറ്റ്, ദിസ് ഇസ് ആക്സെപ്റ്റിംഗ്. എ ബി ആക്സെപ്റ്റിംഗ്, എല്ലാം ആക്സെപ്റ്റിംഗ്. ദിസ് ഇസ് യുവർ റിക്വയർഡ് ആൻസർ. Hope all you are clear these problems, and thank you.